ഗസയിലെ വെടിനിർത്തൽ കരാർ ഒപ്പിട്ടിട്ട് 7 മാസത്തിലേറെയായി. എന്നിട്ടും ഇസ്രായേലികൾ വെടിവെപ്പ് നിർത്തിയിട്ടില്ല. അത് നടപ്പിലാക്കാമായിരുന്ന ഒന്നാണ്. പക്ഷേ സയനിസ്റ്റ് ഭരണകൂടം അത് അനുവദിക്കില്ല. ഇത് അനിവാര്യമായ ഒരു ആക്രമണ പരമ്പരയിലേക്കാണ് നയിക്കപ്പെട്ടത്. 2025 ഒക്ടോബറിൽ ഗസ വെടിനിർത്തൽ കരാർ അനിശ്ചിതത്വത്തിൽ തുടരുകയാണ്. 2024 നവംബറിലെ വെടിനിർത്തൽ കരാറിനെ തുടർന്ന് ലബനാനിൽ സംഭവിച്ചതുപോലെ കര, വ്യോമ, കടൽ മാർഗങ്ങളിലൂടെ ഉടൻ തന്നെ വെടിനിർത്തൽ ലംഘിക്കാൻ ഇസ്രായേൽ അധിനിവേശ സേന തീരുമാനിച്ചു. തെക്കൻ ലബനാന്റെ കാര്യത്തിൽ മാസങ്ങൾ കടന്നുപോയപ്പോൾ ഇസ്രായേലികൾ രാജ്യത്തിൻ്റെ തെക്കുഭാഗത്ത് കൂടുതൽ പ്രദേശങ്ങൾ കൈവശപ്പെടുത്തി. അതിർത്തി ഗ്രാമങ്ങൾ വാസയോഗ്യമല്ലാതാക്കുന്നതിനായി നൂറുകണക്കിന് പൗരന്മാരെ കൊന്നൊടുക്കി. രാസായുധങ്ങൾ തെളിച്ചു. ഗസ മുനമ്പിലും സമാനമായ ഒരു സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. ഹിസ്ബുള്ളയെ പോലെ ഹമാസും തിരിച്ചടിക്കരുതെന്ന് തീരുമാനിച്ച് വെടിനിർത്തലിനു വഴങ്ങി. വെടിനിർത്തൽ ആരംഭിച്ചതിനു ശേഷം ഉപരോധിക്കപ്പെട്ട തീരദേശ പ്രദേശത്ത് ഏകദേശം 850 ഫലസ്തീനികളെയാണ് ഇസ്രായേൽ കൊലപ്പെടുത്തിയത്. 2 കേസുകളും തമ്മിലുള്ള മറ്റൊരു സാമ്യം സയനിസ്റ്റ് ഭരണകൂടത്തിൻ്റെ സൈന്യം പ്രകടിപ്പിച്ച ധാർഷ്ട്യമാണ്. സൈനികമായി പറഞ്ഞാൽ സ്വന്തം സാങ്കല്പിക മനോവ്യാപാരങ്ങളുടെ ഫലമായി ഏതാനും വർഷങ്ങൾക്ക് മുമ്പ് മാത്രം ഏറ്റവും വലിയ സൈനിക പരാജയം ഏറ്റുവാങ്ങിയ ഒരു ആധുനിക സൈന്യത്തെ സംബന്ധിച്ചിടത്തോളം ഈ ധാർഷ്ട്യത്തിൻ്റെ നിലവാരം ശരിക്കും ഞെട്ടിപ്പിക്കുന്നതാണ്. ഗസയിലെ സയനിസ്റ്റ് ഭരണകൂടത്തിൻ്റെ തന്ത്രം 15 മാസത്തെ വെടിനിർത്തൽ കാലയളവിൽ ലബനാനിൽ ഉണ്ടായിരുന്നതിന് സമാനമാണ്. മുതിർന്ന സൈനിക ഉദ്യോഗസ്ഥരെ ലക്ഷ്യമിട്ട് കൊലപ്പെടുത്തുന്നത് വരെയുള്ള നീചവൃത്തികൾ അവർ ചെയ്തു. യുക്തിരഹിതവും വൈകാരികവുമായ ഒരു മാനസികാവസ്ഥയെയാണ് ഇത് ആത്യന്തികമായി പ്രതിഫലിപ്പിക്കുന്നത്. അതുകൊണ്ടാണ് ഹിസ്ബുള്ള ഇസ്രായേലികളെ നന്നായി കളിപ്പിച്ചത്. അവരെ തെക്കൻ ലബനാനിലേക്ക് ആകർഷിക്കുകയും ഓരോ ദിവസവും ഇടതടവില്ലാതെ അവരെ ആക്രമിക്കുകയും ചെയ്തു. സയനിസ്റ്റ് ഭരണകൂടത്തിന് ഹിസ്ബുള്ളയുടെ ഭീഷണിയെ വേണ്ടത്ര നേരിടാനുള്ള പദ്ധതിയില്ല. യുദ്ധം നിർത്താനുള്ള കഴിവുമില്ല. കാരണം അവർ കൗശലപൂർവ്വം പരാജയപ്പെടുകയാണെന്ന് അംഗീകരിക്കാൻ വിസമ്മതിക്കുന്നു. ഒരു കാലത്ത് സയനിസ്റ്റ് ഭരണകൂടം വളരെയധികം കുറച്ചു കാണപ്പെട്ടിരുന്ന ഗസ മുനമ്പിൽ സമാനമായ ഒരു അഹങ്കാരമാണ് പിടിമുറുക്കിയിരിക്കുന്നത്. ഇപ്പോൾ അത് ഭ്രാന്തിൽ പൊതിഞ്ഞ അവസ്ഥ വരെ എത്തിയതായി തോന്നുന്നു. 2 വർഷക്കാലം ഇസ്രായേലികൾ ഗസയിൽ പൂർണ്ണ തോതിലുള്ള വംശഹത്യ നടത്തി. എന്നാൽ ആധുനിക ചരിത്രത്തിലെ ഏറ്റവും മോശമായ അതിക്രമങ്ങളിലൊന്ന് നടത്തിയിട്ടും വിജയത്തിന് സമാനമായ ഒന്നും നേടാൻ അവർക്ക് കഴിഞ്ഞില്ല. പകരം സംഘർഷം താൽക്കാലികമായി നിർത്തി മറ്റ് മുന്നണികളിലേക്ക് കടക്കാൻ ഇസ്രായേൽ നേതൃത്വം തീരുമാനിച്ചു. തെഹ്റാനിൽ ഭരണമാറ്റം നേടാനുള്ള ശ്രമത്തിന് മുൻഗണന നൽകി. ഈ കരാർ അവർക്ക് അനുയോജ്യമായിരുന്നു. അല്ലെങ്കിൽ അവർ വിശ്വസിച്ചതുപോലെ അവർക്ക് തങ്ങളുടെ തടവുകാരെ തിരികെ കൊണ്ടുവരാനും സൈന്യത്തിന് ഒരു ഇടവേള നൽകാനും അതോടൊപ്പം അതിനെതിരെ പ്രാദേശിക പ്രതിരോധത്തിന് നേതൃത്വം നൽകുന്ന ഗൂഢാലോചന നടത്താനും കഴിഞ്ഞു. ഇറാനിയൻ ലക്ഷ്യങ്ങൾക്കെതിരെ പുതിയ ആക്രമണങ്ങൾക്കായി ഇസ്രായേലികൾ ലക്ഷ്യം വെക്കുന്നത് തുടരുന്നതിനാൽ FPV ഡ്രോണുകളെ ആശ്രയിക്കുന്നതിനാൽ ഹിസ്ബുള്ള ഇപ്പോൾ അവരുടെ സൈന്യത്തെ വീണ്ടും ക്ഷീണിപ്പിക്കുകയാണ്. ഇപ്പോൾ ഗസ മുനമ്പിൽ വീണ്ടും പൂർണ്ണ തോതിലുള്ള വംശഹത്യയിലേക്ക് പോകുമെന്ന് ഇസ്രായേലികൾ ഭീഷണിപ്പെടുത്തുകയാണ്. ഫലസ്തീൻ പ്രതിരോധം നിരായുധീകരിക്കാൻ വിസമ്മതിച്ചതാണ് അവരുടെ കാരണമായി ചൂണ്ടിക്കാണിക്കുന്നത്. എന്നിരുന്നാലും അത്തരമൊരു നീക്കം വലിയ തോതിൽ തിരിച്ചടിയായേക്കാം. ഗസയിൽ ജയിക്കാൻ അവർക്ക് ഒരു തന്ത്രമില്ലെന്ന് മാത്രമല്ല, പെട്ടെന്ന് 2 വ്യത്യസ്ത മുന്നണികളിൽ കരയുദ്ധങ്ങൾ നടത്താൻ അവർ നിർബന്ധിതരാകും. യമൻ, ഇറാഖ്, ഇറാൻ എന്നീ രാജ്യങ്ങൾ വീണ്ടും യുദ്ധത്തിൽ പങ്കാളികളായാൽ അത് അവർക്ക് വലിയ നഷ്ടമുണ്ടാകും. ഹമാസ് തങ്ങളുടെ ആയുധ ശേഖരം പുനർനിർമ്മിക്കുന്നതായി അറിയാമെന്നും കണക്കുകൾ പുറത്തുവിടുമെന്നും അവകാശപ്പെട്ട് സയനിസ്റ്റുകൾ അടുത്തിടെ ഒരു റിപ്പോർട്ട് തയ്യാറാക്കി. വ്യക്തമായി പറഞ്ഞാൽ ഈ കണക്കുകൾ വ്യാജമാണ്. പക്ഷേ സംശയം മിക്കവാറും ശരിയാണ്. കാരണം ഫലസ്തീൻ ഗ്രൂപ്പുകൾ ഒരു പ്രതികരണത്തിനും ഒരുങ്ങാതെ ഇസ്രായേലികൾ വന്ന് അവരെ വീണ്ടും കൂട്ടക്കൊല ചെയ്യാൻ കാത്തിരിക്കില്ല.
ഇസ്രായേലികൾക്ക് ഇവിടെ മനസ്സിലാകാത്ത ഒരു കാര്യമുണ്ട്. അവസാനിക്കാത്ത ബഹുമുഖ യുദ്ധം, പ്രത്യേകിച്ച് ഒരു നീണ്ട കരയുദ്ധം, അവരുടെ മുഴുവൻ സൈനിക സിദ്ധാന്തത്തിൻ്റെയും അടിസ്ഥാന തത്വത്തെ ലംഘിക്കുന്നുവെന്നതാണ്. അതായത് ഒരിക്കലും യുദ്ധങ്ങൾ നടത്തരുത്, ഹ്രസ്വകാല സംഘർഷങ്ങൾ മാത്രം നടത്തുക എന്ന അടിസ്ഥാന തത്വത്തെ ലംഘിക്കുന്നു എന്നതാണ്. ലബനാനിലെ അതിക്രമങ്ങളും ഗസയിലെ വംശഹത്യയും ഇസ്രായേലികൾ ഇതുവരെ നേരിട്ടിട്ടില്ലാത്ത ഒരു സാഹചര്യം സൃഷ്ടിച്ചിരിക്കുന്നു എന്നതാണ് അവർക്ക് മനസ്സിലാക്കാൻ കഴിയാത്ത മറ്റൊരു കാര്യം. പ്രതിപക്ഷം അവസാനം വരെ അവരോട് പോരാടാൻ പൂർണ്ണമായും തയ്യാറാണ്. ആകാശത്ത് നിന്ന് സാധാരണക്കാരെ കൊല്ലുന്നത്, ഒരു വീട് പിടിച്ചെടുത്ത ശേഷം നാടുകടത്തപ്പെട്ട സ്ത്രീയുടെ അടിവസ്ത്രം മണക്കുന്നത്, അല്ലെങ്കിൽ വീടുകൾ തകർക്കുന്നത്, ഇതൊന്നും ഒരു യുദ്ധമല്ല, പ്രൊഫഷണലുകളുടെയും യോദ്ധാക്കളുടെയും രീതിയുമല്ല. മറിച്ച് ഹൈടെക് ആയുധങ്ങൾ കൈവശമുള്ള ബാർബേറിയന്മാരുടെ പെരുമാറ്റമാണിത്. ഇസ്രായേലികൾക്ക് യഥാർത്ഥത്തിൽ ഒരു സൈന്യമില്ല. അവരുടെ സാങ്കേതിക വിദ്യയുടെ പിന്നിൽ ഒളിച്ചിരിക്കുന്നതിൻ്റെ നേട്ടം ഉപയോഗിക്കുന്ന കൊള്ളയടിച്ച ഭീരുക്കളുടെ ഒരു സൈനിക സമൂഹം മാത്രമാണ് അവർക്കുള്ളത്. ഇതൊക്കെ പറയുമ്പോഴും ഈ സ്വാർത്ഥ താല്പര്യത്തിൻ്റെ ക്രൂരതയെ കുറച്ചു കാണാൻ കഴിയില്ല. ട്രംപ് ഭരണകൂടത്തിൻ്റെ നിഷ്കളങ്കതയെയും കുറച്ചു കാണാൻ കഴിയില്ല. അതിനാൽ ഇസ്രായേലികൾക്ക് ഗസ മുനമ്പിൽ പറഞ്ഞറിയിക്കാനാവാത്ത ഭീകരതകളുടെ ഒരു പുതിയ പരമ്പര തന്നെ നടത്താൻ കഴിയുമെന്ന് പ്രതീക്ഷിക്കണം. അവർക്ക് വേണ്ടി യുദ്ധക്കുറ്റങ്ങൾ ചെയ്യാൻ ISIS ബന്ധമുള്ള 5 ഡെത്ത് സ്ക്വാഡുകളെ കൂടുതൽ ആശ്രയിക്കേണ്ടി വരും. ഇത് അവർ പ്രതീക്ഷിച്ച ഫലങ്ങൾ നൽകില്ല. പകരം അത് വലിയ തോതിൽ തിരിച്ചടി ഉണ്ടാക്കാൻ സാധ്യതയുണ്ട്. എന്തുകൊണ്ടാണ് ഇത് ഇത്രത്തോളം എത്തിയിരിക്കുന്നത്? ഒരു വെടിനിർത്തൽ കരാർ ഒരിക്കലും ഉണ്ടായിട്ടില്ല. തെൽ അവീവിൻ്റെ തന്ത്രപരമായ പരാജയത്തിൽ നിന്ന് ഉടലെടുത്ത ഒരു താൽക്കാലിക വിരാമം മാത്രമായിരുന്നു അത്. വെടിനിർത്തൽ കരാർ വഷളാകാൻ കാരണമായത് CMCC സർക്കാരുകളുടെയും മുതിർന്ന ഐക്യരാഷ്ട്രസഭ ഉദ്യോഗസ്ഥരുടെയും ഭീരുത്വമാണ്. ഇസ്രായേലികൾ ദൈനംദിന യുദ്ധ കുറ്റകൃത്യങ്ങൾ തുടരുന്നതിന് അവർ നേരിട്ട് ഉത്തരവാദികളുമാണ്.